എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ്. വെണ്ടയ്ക്ക ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും അത്ര കണ്ട് ഇഷ്ടമല്ല. മിക്ക ആൾക്കാരും വെണ്ടയ്ക്ക വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ മലക്കറിയുടെ കൂട്ടത്തിൽ കിട്ടുന്ന വെണ്ടയ്ക്കൊക്കെ വെറുതെ എടുത്ത് കളയാറാണ് പതിവുള്ളത്. അതിന് പക്ഷേ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയാണ്ടല്ലോ, മീനും ഇറച്ചി മാത്രമേ കഴിക്കുള്ളൂ എന്ന് നിർബന്ധമുള്ളവർ പോലും ഇത്ര ടേസ്റ്റിൽ ഉണ്ടാക്കിയ ഈ ഒരു കറി കഴിക്കാണ്ടിരിക്കില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അന്നേരം നമ്മൾ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന വെണ്ടയ്ക്ക് അതിൽ വെള്ളമയം ഒന്നുമില്ലാണ്ട് ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇതുപോലെ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ തുടച്ചെടുക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയുമ്പോഴോ അല്ലെങ്കിൽ പാചകം ചെയ്യുന്ന സമയത്തോ അങ്ങനെ ഒരുപാട് കൊഴുപ്പൊന്നും അതിൽ വരാറില്ല. നമ്മൾ ഇത്രത്തോളം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അന്നേരം നമ്മൾ രണ്ട് രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. എന്നിട്ട് രണ്ട് സൈഡും അതിൻ്റെ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വെണ്ടയ്ക്ക അത്യാവശ്യം നീളമുള്ള വെണ്ടയ്ക്കാണെങ്കിൽ 3 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. രണ്ടാമത്തെ രീതിയിൽ കട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് തീരെ പൊടിയായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഈ രീതിയിലെങ്കിലും നമ്മൾ അരിഞ്ഞു മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലെ മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. ഇപ്പോൾ എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു രീതിയിൽ അരിഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് രണ്ടും രീതിയിലും അരിഞ്ഞ് മാറ്റി വെക്കാം. ഒട്ടും വെള്ളം നനവില്ലാതെ നമ്മൾ അരിയുന്നതുകൊണ്ട് തന്നെ ഈ ഒരു അരിഞ്ഞ് വെച്ചതിനകത്തൊന്നും അധികം കൊഴുപ്പ് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കയ്യിലങ്ങ് ഒട്ടിപ്പിടിക്കുകയോ അങ്ങനൊന്നും ചെയ്തിട്ടേ ഇല്ല. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നമുക്കിപ്പം സാധാ റൈസാണ് നമ്മൾ എടുക്കുന്നതെങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ എടുക്കുന്നത് ബിരിയാണി റൈസാണ്. അത് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിന് നമുക്ക് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഈ അരി നമുക്കൊരു 20 മിനിറ്റെങ്കിലും ഒന്ന് കുതിർത്ത് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ ഒരു തക്കാളി ഉണ്ടല്ലോ, തക്കാളി നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് കനലുണ്ടെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കാം, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മുകളിൽ ഇതുപോലൊരു തവിയോ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള പാത്രങ്ങളിലോ വെച്ചിട്ട് തക്കാളി, വറ്റൽമുളക്, ചുമന്നുള്ളി, വെളുത്തുള്ളി, കുറച്ച് കാഷ്യൂസും കൂടെ നമുക്ക് ഇതുപോലൊന്ന് ചുട്ടെടുക്കാം. അതിൻ്റെയൊക്കെ ചൂടാറി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് മൺചട്ടി അടപ്പേ വെക്കാം. മൺചട്ടിയിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു കറിക്ക് എനിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് വെക്കുമ്പോഴാണ് കേട്ടോ. ചുമന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേന് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴണ്ട് വരട്ടെ. ഇത് നല്ലപോലെ വഴണ്ടതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് ഈ രീതിയിൽ തയ്യാറാക്കുമ്പോൾ. നല്ലെണ്ണ ഒട്ടും ഇഷ്ടമല്ലാത്തവർ പോലും ഈ രീതിയിൽ കറി വെച്ച് കഴിയുമ്പം ഇഷ്ടപ്പെട്ടു കേട്ടോ. വെളിച്ചെണ്ണയ്ക്കാട്ടി കുറച്ചുകൂടെ ടേസ്റ്റ് നല്ലെണ്ണയ്ക്കാണെന്ന് തോന്നിയിട്ടുണ്ട് ഈ രീതിയിൽ കറി വെക്കുമ്പോൾ. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചായിട്ടുള്ള വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല പോലെ ആ ഒരു വെണ്ടയ്ക്ക ഒന്ന് വഴണ്ട് കിട്ടണം. നമുക്ക് ഇഷ്ടമല്ലാത്ത ഏത് പച്ചക്കറിയും ഇതുപോലെ വഴറ്റി നമ്മൾ ഈ രീതിയിലൊക്കെ വെറൈറ്റി രീതിയിൽ കറിയൊക്കെ വെക്കുകയാണെങ്കിൽ ഇഷ്ടമല്ലാത്തൊരു പോലും അത്ര ടേസ്റ്റോട് കൂടി കഴിക്കും കേട്ടോ. നമ്മളന്നേരം ചുട്ടെടുത്തതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ കറി വെക്കുകയാണെങ്കിൽ. പിന്നെ വറ്റൽമുളക് എന്ന് പറയുന്നത് നമ്മളിപ്പം പിരിയമുളക് ആണ് എടുത്തിരിക്കുന്നത്. എരി നല്ല പോലെ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ മുളകുണ്ടല്ലോ, ഉണക്കമുളക്, അത് ചേർത്ത് കൊടുക്കാം. പിരിയമുളകിന് കളറാണ് കൂടുതൽ, എരി കുറവാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ തക്കാളിയുടെ തോലൊക്കെ മാറ്റിയതിന് ശേഷം അതും കൂടി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ ഈ ഒരു കറിയിൽ തേങ്ങ ഒന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് എന്നും നമ്മൾ തയ്യാറാക്കുന്നതിനെക്കാട്ടി അതീവ രുചികരമായിട്ടുള്ളൊരു അരപ്പാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. മിക്സിയിൽ ലേശം വെള്ളം ചേർത്ത് നമുക്കത് നല്ല പോലെ അരച്ചെടുക്കണം. നമ്മൾ ഈ രീതിയിൽ വെണ്ടയ്ക്ക മാത്രമല്ല കേട്ടോ, ഇഷ്ടമുള്ള പച്ചക്കറിയോ മീനോ ഇറച്ചിയൊക്കെ കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വെണ്ടയ്ക്ക നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചതായിട്ടുള്ള ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. സ്പെഷ്യൽ അരപ്പ് കേട്ടോ. ഇതിൽ നമ്മൾ തേങ്ങ ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കിടിലിനൊരു കറിയാണ് കേട്ടോ. ഈ ഒരു അരപ്പ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അന്നേരം ഇത് ആ ഒരു അരപ്പോടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, പച്ചവെള്ളം എടുത്തൊഴിക്കരുത്. ചെറിയ ചൂടോടുകൂടിയ വെള്ളമാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു, ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പുളി പോരാൻ തോന്നുകയാണെങ്കിൽ പിഴിപുളിയോ കുടംപുളിയോ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ തക്കാളിയുടെ അളവ് കൂട്ടാവുന്നതാണ്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിലിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഒരുപാട് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. പിന്നെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വറ്റി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചായിട്ടുള്ള അരി ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർത്തുന്ന രീതിയിൽ വെക്കുന്നവർ കാണും. ഇതിപ്പോൾ ഞാൻ കൃത്യമായിട്ട് അളവ് പറയുന്നില്ല കേട്ടോ. ആ ഒരു അരി ഇട്ടിട്ട് അതിന് മുകളിൽ ഇത്രയെങ്കിലും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതാണ് എൻ്റെ ഒരു കൈവാക്കെന്ന് പറയില്ല, അതേ രീതിയിൽ. അല്ലെങ്കിൽ സാധാരണ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം
എന്നുള്ള രീതിയിലാണ് സാധാരണ മിക്ക ആൾക്കാരും വെക്കാറുള്ളത്. പാകത്തിലുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കതിനെ ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് പണി കഴിയട്ടോ, ചോറ് വെന്ത് കിട്ടും. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാരണം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഉപ്പും എരിയും പുളിയും ഒക്കെ അടങ്ങിയിട്ടുള്ള നമ്മൾ പലതരം വെറൈറ്റികളായിട്ടുള്ള കറികൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറിട്ട് തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ വേറൊരു പാത്രം അടപ്പ് വെച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. ഇതിലേക്ക് നമ്മൾ ഒരു ക്യാരറ്റ് തന്നെ ഈ രീതിയിൽ അരിഞ്ഞേക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ രീതിയിൽ തയ്യാറാക്കുമ്പം എല്ലാവർക്കും ഒരു പുതുമയുള്ള പെട്ടെന്ന് വെക്കാൻ പറ്റിയ ലഞ്ച് ഫുള്ളായിട്ടുള്ളതും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 2 റെസിപ്പികളാണ് കേട്ടോ. അന്നേരം ലഞ്ച് ബോക്സൊക്കെ രാവിലെ നമ്മൾ ചോറും കറിയും എല്ലാം കൂടെ വെച്ച് വരാൻ കുറേ സമയം എടുക്കും. പക്ഷേ ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ എളുപ്പകരമായിരിക്കും. ഇത് ഒരുപാടങ്ങ് വഴണ്ട് പോകണ്ട. ദണ്ട് ഈ രീതി ആകുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ ഒരു സവാള ദണ്ട് ഇതുപോലെ അരിഞ്ഞേക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. ഒരുപാടങ്ങ് ഡീപ്പായിട്ടങ്ങ് ഫ്രൈ ആവുകയേ വേണ്ട. ഇനി ഈ ഇട്ടിരിക്കുന്ന പച്ചക്കറിക്ക് വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു പച്ചമുളക്, ഇതിനകത്ത് പച്ചമുളകിൻ്റെ ടേസ്റ്റ് അല്ല മുന്നിൽ നിൽക്കുന്നത്, നമ്മൾ ഒരെണ്ണം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതിന് പകരം നമ്മൾ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഈ ഒരു മസാലയ്ക്കകത്ത് മുന്നിൽ നിൽക്കുന്നത് കേട്ടോ. അതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ കറിവേപ്പില നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കറിവേപ്പിലയോ മല്ലിയിലയോ പുതിനയിലയോ ഒക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കും. ഇപ്പോൾ എൻ്റെ കറിവേപ്പില മാത്രമാണ് ഉള്ളത്. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരേ ഒരു മുട്ട, അപ്പോൾ ഒന്നിലധികം വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഒരു കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനെ ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇവയെല്ലാം കൂടെ ചേരുന്നൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് പച്ചക്കറി കൂട്ടില്ല എന്ന് നിർബന്ധമുള്ള കൊച്ചു കുട്ടികൾ കാണില്ല, ഇറച്ചി മീനും മാത്രം മതി, ഇത് പ്രത്യേകിച്ച് ഫ്രൈ ചെയ്തേ കഴിക്കുള്ളൂ എന്നൊക്കെ നിർബന്ധമുള്ളവർ, അവർക്ക് പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അന്നേരം മുട്ടയും കൂടെ ചേർത്തിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ലേശം ഗരം മസാല, പിന്നെ കുറച്ചേറെ കുരുമുളക് പൊടി, നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇത്ര മാത്രമേ ചേർക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പേ വേവിച്ച് വെച്ചായിട്ടുള്ള റൈസും കൂടി ചേർത്ത് കൊടുക്കണം. റൈസ് പ്രത്യേകം ശ്രദ്ധിക്കുക, വെന്തുടഞ്ഞു പോവരുത്. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് എടുക്കാനും വേണ്ടി. ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു പരുവത്തിൽ വേണം വേവിച്ചെടുക്കാനും വേണ്ടി. ഇതിപ്പോൾ ഈ റൈസ് ഇല്ലെങ്കിൽ നമ്മൾ സാധാ ചോറുണ്ടല്ലോ അത് വെച്ചിട്ടും ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരുപാട് ഓയിൽ ചേർത്തിട്ടില്ല, പിന്നെ ഒരുപാട് മസാലകളില്ല. ഇതിനകത്ത് ആവശ്യത്തിന് ഉള്ള പച്ചക്കറികളെല്ലാം ചേർത്തിട്ടുണ്ട്. ഒരുപാട് പച്ചക്കറികൾ ചേർത്താൽ കുട്ടികൾക്ക് കഴിക്കാൻ മടി വരും കേട്ടോ. കാരണം വളരെ സിമ്പിളായിട്ട് നമുക്ക് 2-3 പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കാവുന്നതാണ്. പ്രത്യേകിച്ച് വെണ്ടയ്ക്കൊക്കെ കഴിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റോട് കൂടി വരുന്ന ഒരു റൈസും അതിനോടൊപ്പം കിടുക്കാച്ചി ഒരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റി എളുപ്പത്തിൽ. രാവിലെയൊക്കെ ജോലി പെട്ടെന്ന് കഴിയും. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ. ആ ഒരു കറിയും ഈ ഒരു റൈസും കൂടി ചേരുന്നൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അടിപൊളിയാണ്. വെണ്ടയ്ക്ക കൊണ്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കിടിലൻ ടേസ്റ്റാണ് കിട്ടുന്നത് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അന്നേരം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ കറി ഉണ്ടല്ലോ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മീൻകറിയൊക്കെ ചൂടാക്കി വെക്കില്ലേ, അതേപോലെ ചൂടാക്കി വെച്ചാൽ കേടാകുകയില്ല. ഒരു 3-4 ദിവസത്തേന് ഇതൊരു കുഴപ്പമില്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഒരുപാടങ്ങ് ലൂസ് ആവരുത്. ഈ രീതിയിൽ വേണം കറി റെഡിയാക്കി എടുക്കാനും വേണ്ടി. ഇവ രണ്ടുമുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.